അപ്പൊ എല്ലാരും കൂടി ചേർന്ന് തന്നെ പറ്റിക്കായിരുന്നല്ലേ? നിന്റെ മുഖത്ത വിഷമം കണ്ടപ്പോ ഞാൻ അഭിനയിക്കാൻ കുറെ പാടുവിട്ടു. ആന്റി രേവതി ചേച്ചി വഴക്ക് പറയാത്ത ദിവസമില്ലല്ലോ. ഇതൊക്കെ ചെയ്തതേ രേവതി ചേച്ചിയും സച്ചേട്ടനും കൂടിയാ. എന്നാലും അതൊക്കെ മറന്ന് ആന്റി ചേച്ചി വഴക്ക് പറയും. എന്നാലേ ആന്റിക്ക് ഉറക്കം വരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ രേവതി ചേച്ചി പറഞ്ഞു, നീ നോക്കിക്കോ, ഇന്ന് അമ്മ എന്നെ വഴക്ക് പറയില്ലാന്ന്. ഞങ്ങൾ എന്നിട്ടേ 500 രൂപയ്ക്കാ വെച്ചുവെച്ച. ഓ, അപ്പൊ എന്നെ പരീക്ഷിക്കാനായിരുന്നു ഈ ഒരു നാടകം അല്ലേ? അതെ. ആന്റി എന്ത് പണിയായി കാണിച്ചേ? എല്ലാരും പിണങ്ങി പോയത് രേവതി ചേച്ചി കള്ളം പറഞ്ഞതുകൊണ്ടാണെന്ന് അറിയുമ്പോ ചേച്ചിയെ ഫോൺ വിളിച്ച് ആന്റി വഴക്ക് പറയാന്നാ ഞാൻ കരുതിയത്. പക്ഷെ ആന്റി പറഞ്ഞില്ല. ഞാൻ ബെറ്റിലും തോറ്റു, എന്റെ 500 രൂപയും പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. പിന്നെ പക്ഷേ എന്റെ ചന്ദ്രയ്ക്ക് കുറേ മുഖങ്ങളുണ്ട്. അതിൽ ഒരു മുഖ നിങ്ങളിപ്പോ കണ്ടേ. അപൂർവമായിട്ടേ കാണാൻ പറ്റും. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഓരോ പ്ലാനേ. അമ്മേ, ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യാമേ, പെട്ടെന്ന് വേഗം മെൽറ്റായി പോവും. കട്ട് ചെയ്യാൻ ഒന്ന് അതെ, വേറൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഇത് പക്ഷെ ഞാൻ ചെയ്യും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ വേഗം നീ ഒന്ന് കത്തിക്കുക. അമ്മേ, വേഗം ഒന്ന് കട്ട് ചെയ്യേ. കത്തി എടുത്ത് കൊടുക്കടാ. അങ്ങനെ ഇതിപ്പോ കഴിയും. അതവർ ചെയ്യട്ടെ. ഓക്കെ അമ്മേ, കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആന്റി ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ. ഫംഗ്ഷൻ കഴിഞ്ഞു കാണുമോ? ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആന്റി. താങ്ക് യു. ഇനി മറിക്കേ. ഇനി എന്റെ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ശ്രീകാന്ത്, കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അത് ശരിയാ. പെട്ടെന്ന് എല്ലാവർക്കും കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്ക്. മീര, സച്ചേട്ടാ, ദേ മീര. ഇവളെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്?